പുഞ്ചിരിമട്ടത്ത് സിജു കണ്ണൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശമാണ് ഈ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. അവിടെ നിന്നാണ് സിജു ചേരുന്നത്. സിജു, ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ആഘാതമുണ്ടാക്കിയ പ്രദേശങ്ങളിലൊന്നാണ്, അതിന്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത്, ഏറ്റവും മുകൾ ഭാഗത്തെ സ്ഥലം. അവിടെ ഇപ്പോൾ ഇന്ന് ഈ 10ാം ദിനത്തിൽ തെരച്ചിൽ നടപടികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? മറ്റു കാര്യങ്ങൾ എന്താണ്? മനു, പുഞ്ചിരിമട്ടത്ത് ഈ 10ാം ദിവസവും തെരച്ചിൽ നടപടികൾ നടക്കുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയുടെയും സൈന്യത്തിൻ്റെയും എല്ലാം ഉദ്യോഗസ്ഥർ ഈ മേഖലകളിലെത്തി ഓരോ ഭാഗത്തായി പരിശോധന നടത്തുകയാണ്. ഇവിടെ നിന്നാണ് ഈ ജനവാസ മേഖല ആരംഭിക്കുന്നത്. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പാറയുടെ ഈ ഭാഗത്ത് നിന്നായി ഇവിടെ നിന്നാണ് വീടുകളുടെ ഒരു ആരംഭം. അതിനപ്പുറത്തേക്ക് വനപ്രദേശമാണ്, റിസർവ് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിൻ്റെ ഈ മേഖലയിൽ അവിടെ നിന്ന് 2 കിലോമീറ്റർ അകത്താണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെയുള്ള ഈ മേഖലകളിലുള്ള ഈ താഴെ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെ ഈ അപകടത്തിൽ ഒലിച്ചുപോയി. പക്ഷേ ഈ അപകടമുണ്ടാകുന്നത് മുൻകൂട്ടി അധികൃതർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന്, അപകട സാഹചര്യമുള്ളതിനാൽ ഇവിടെയുള്ള ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ മേഖലയിലധികം വലിയ ആൾനാശം, ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പിന്നിലേക്ക് പോയാൽ ഈ ചെറിയ പുഴ, അരുവി ഒഴുകിയിരുന്നത് ഈ പാറക്കല്ലിൻ്റെ മുകൾ വശത്തു കൂടിയാണ് ഒഴുകിയിരുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതിനിടയിൽ ഇപ്പോൾ വലിയ ആഴത്തിൽ താഴേക്കിറങ്ങിയാണ് പുഴ ഒഴുകുന്നത്. ഈ ഭാഗത്തെല്ലാം തന്നെ വീടുകളായിരുന്നു, ചെറിയൊരു അരുവിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ആ ഭാഗത്തുള്ള പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം തന്നെ പൂർണ്ണമായും ഒലിച്ചുപോയി താഴേക്ക് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ജനവാസ മേഖലകളിലേക്ക് എത്തുകയായിരുന്നു. വലിയ ആഴത്തിലേക്ക് പുഴ വഴിമാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് പുഴയുടെ ഒരു ഗതി ഉണ്ടായിരുന്നത്, ഒഴുകിക്കൊണ്ടിരുന്ന വഴി ഉണ്ടായിരുന്നത്. അതിപ്പോൾ നേരെ താഴേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് വലിയ പാറക്കല്ലുകളുമെല്ലാം തന്നെ താഴേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് തൊട്ട് താഴെ ജനവാസ മേഖലയാണ്, അതിന് തൊട്ട് താഴെയാണ് മുണ്ടക്കൈ പ്രദേശം വരുന്നത്. പിന്നീട് താഴേക്ക് ഇറങ്ങിച്ചെന്നാൽ ചൂരൽ മല, ഈ മുണ്ടക്കൈ സ്കൂൾ പ്രദേശം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അങ്ങനെയാണ് ഈ ദുരന്തബാധിത മേഖല കിടക്കുന്നത്. ഏതായാലും ഈ 10ാം ദിവസവും ഇവിടെ പരിശോധനകൾ നടക്കുന്നുണ്ട്. അഗ്നിരക്ഷാ സേന, അതോടൊപ്പം തന്നെ സൈന്യം ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മേഖലയിൽ വന്ന പരിശോധന നടത്തുന്നു. ഈ ആളുകളുടെ, പ്രാദേശികമായി സ്ഥലത്തുള്ളവരുടെ ഒരു സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ പരിശോധന നടക്കുന്നത്. മനു, സിജു കണ്ണൻ വിവരങ്ങൾ നൽകിയത്.